റൊട്ടിയും കടലക്കറി എനിക്ക് ദീപുവിന് പത്തിരി അല്ലേ? ദീപ് റൊട്ടീനുമില്ല. ആദ്യം ഒറ്റക്ക് തിന്ന് നോക്കട്ടെ അല്ലേ? അത് തിന്ന് നോക്കിയിട്ടാണ് അവൾ തീരുമാനിക്കുക കടലക്കറി ഒഴിക്കണോ വേണ്ടതെന്നുള്ളത്. കൊള്ളാം. ഇന്ന് ഞങ്ങൾ പഴയൊരു ചമ്മന്തി ഉണ്ടാക്കാതിരിക്കുക. തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി എല്ലാവരും ചെയ്യും. പക്ഷേ അവിടെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ കൊത്താണ്. അതായത് വല്ലാണ്ട് അരയ്ക്കാണ്ട് തേങ്ങ ഇങ്ങനെ ചതച്ചിട്ട് ചമ്മന്തി ആക്കും. നല്ല സൂപ്പർ ടേസ്റ്റാകും. ഞാൻ നോക്കിയിട്ട് വേറെ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി തരുമ്പോൾ ഇത് കൊത്തായിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടാ. എന്താ നിനക്ക് താല്പര്യമില്ലേ? ഇല്ല. വൈ? ദീപുവിന് തേങ്ങാക്കൊത്ത് കണ്ണെടുത്ത് കണ്ടുകൂടാ. എന്താണ് വിരോധം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നാൽ ഈ തേങ്ങാക്കൊത്തുള്ള കൊപ്പർ മിഠായി മറ്റേ അതൊക്കെ തിന്നും. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു കുട്ടൻസ് പിടികിട്ടണില്ല. ദീപുവിന് മാത്രമായിട്ട് കുറച്ച് തേങ്ങ അരച്ച് ചമ്മന്തിയാക്കാം. എനിക്കും അമ്മയ്ക്കും തേങ്ങാക്കൊത്ത് ചമ്മന്തിയാക്കാം. വെള്ളം ഇതിൽ വെച്ചാൽ മതി. വിടറേ, കുറച്ച് എനിക്ക് വേണം കേട്ടാ. കുഴപ്പമില്ല, മധുരം കുറവെന്നുള്ളൂ. ഈ ഒരു തേങ്ങ പീസ് തേങ്ങയുടെ ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വേണമല്ലോ അമ്മ. ഇത് നമ്മൾ പീസാക്കിയിട്ട് ചുട്ടെടുക്കാം. പണ്ടൊക്കെ അടുപ്പമ്മല ചൂടാ. ഇപ്പം പിന്നെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പമ്മലാണ് പരിപാടികളൊക്കെ. മീഡിയം ഫ്ലെയിം ആക്കിയാണ്. മീഡിയം. കത്തി കൊണ്ട് കുത്തി വെച്ചിട്ട് ചൂടാണല്ലോ. ശരിക്കും ഇത് ആരാ അമ്മാമ്മ ഉണ്ടാക്കിയിരുന്ന പണ്ട്? ഉണ്ണികളൊക്കെ പ്രസവിച്ചെടുക്കുമ്പോഴേ ഈ ചമ്മന്തി. ഇതൊക്കെ ചുട്ടെടുത്തു അല്ലേ? ഇതിപ്പോ ഒരു മുറി ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു മുറി എന്തായാലും ഉണ്ടാവും അല്ലേ? രണ്ടാളല്ലേ ദീപം. ഇത് നിനക്കുള്ള ചമ്മന്തി അല്ലേ? ഇതിന്റെ കൂടെ കുറച്ച് ചെറുള്ളി, പച്ചമുളക്, പിന്നെ ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില. ഞങ്ങൾ രണ്ടാളില്ലേ? ഒരാൾക്ക് പകുതി പോരെ? ഞങ്ങള് 5. അയ്യോ, അതിന് ഉള്ളി എടുക്കണമ്മ. ഞങ്ങൾ 6 എനിക്ക് ഒറ്റക്കല്ലേ ഈ? അത് കുഴപ്പമില്ല. ഇതുപോലെ ഓരോ പീസും ചതച്ചെടുക്കാം. ഓൾമോസ്റ്റ് ഒക്കെ ചതച്ചു. എല്ലാം ചതച്ചില്ലേ? ഉള്ളി മുളക് കൂടി അരച്ച് അല്ലേ? ശരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂട്ടൂട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച്. വെള്ളം വേണം? വെള്ളം വേണ്ട. കൊത്ത കാരണമാവും നിനക്ക് ദേഷ്യം ഞങ്ങളോട് അല്ലേ? അല്ലേ? അല്ല പിന്നെ അല്ല മുഖം എന്ത് രസമാണല്ലേ? അയ്യോ നാളികേരൊക്കെ ചേർത്തിട്ട
ഞാനിരിക്കാം. നീ ഇറച്ചി കളയരുത് അവിടെ അവിടെ കേട്ടാ. ഇല്ല, അല്ലാണ്ട് ഇറച്ചിൻ്റെ കഷ്ണം കടിക്കണം. അതെനിക്കറിയാം. കൈ ചൂടും നമുക്ക്. എനിക്ക് ഇതൊരു ഉപ്പുണ്ടോ നോക്കാം. ഉണ്ടോ? തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ശകലമാണ് ഒഴിച്ചോ? മതി. ഇത്തിരി ചോറ് ഇതിൽ കിട്ടാണ്ടല്ലോ. പണ്ടിങ്ങനെ അമ്മീമല് ചമ്മന്തി അരച്ച അപ്പ പേരെ ചോറിടില്ല അമ്മ. അമ്മീമ ചോറിട്ടാന്ന് പറഞ്ഞിട്ടില്ല. കഴിച്ചോക്കാതെയോ? അങ്ങനെ തേങ്ങൊത്തുണ്ട അതില് ഇഷ്ടമായ ഇത് ഈ പൊന്നെ ചമ്മന്തി അരച്ച് കൊടുക്കട്ടെ അമ്മ. അതിനാണ് കാത്തിക്കണ. അതെ, എനിക്ക് വിശക്കട്ട് ചോറുണ്ടേ. പിന്നെ പാമ്പ് ഒഴുങ്ങുള്ളടി. അതെ, പോരട്ടെ പോരട്ടെ. ഇപ്പം 100 അടിക്കമ്മ. നിന്നെ വീണ്ടും വീണ്ടും പാമ്പ് ഒഴുകണ്ട ദീപേ. പോയി. അയ്യോ, ആരെങ്കിലും ഒരാൾ ജയിക്കട്ടെ വിചാരിച്ച് പറഞ്ഞാണ് ഇപ്പൊ എനിക്ക് പണിയായത്. അതെ, ചോറിന് എനിക്ക് വിശക്കുണ്ട്. ആ ഗെയിം ആരും എടുത്തുണ്ടോയില്ല. ചോറുണ്ടിട്ട് കളിക്കാലോ. ഓ, വിശന്നിട്ടേ. ബാ ദീപു, കമോൺ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, തേങ്ങാക്കൊത്ത് ചമ്മന്തി. ശരിക്കും ഇത് മാത്രം മതി ഊണ് കഴിക്കാൻ. കുറച്ച് ചമ്മന്തി ഇങ്ങനെ എടുത്ത് നല്ല മോര്. ചമ്മന്തി അപ്പടല്ലേ പറഞ്ഞൂടെ ആവാം. കുറച്ച് മോരിങ്ങനെ ഒഴിക്കുക. ഇതെല്ലാം രസമുണ്ട് തേങ്ങാക്കൊത്ത്. ആ, പയറാ. ഈ ചമ്മന്തിയുടെ കൂടെ എനിക്ക് വേറെ ഒന്നും വേണ്ട. മോര് കഴിഞ്ഞ മോളെ ഒത്തിരി വെള്ളം തരും. ഞങ്ങൾ കുറേ നാളായി തേങ്ങാക്കൊത്ത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഈ ചമ്മന്തി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി പറയാണ്, നിങ്ങളടുത്ത് കുറേ കാലങ്ങളായിട്ടുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകൾ, അടുത്തുള്ള വളരെ നല്ല മികച്ച ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ തളിക്കുളത്ത് തന്നെ 10-20 ക്ഷേത്രം 30 ക്ഷേത്രമൊക്കെ ഉണ്ടാവും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങൾക്ക് വന്ന് വീഡിയോ എടുക്കാനാണ്. അതുപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വയർത്തു.
ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാലേ അപ്പോൾ വേർക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.